രാജ്യത്തെ ഏറ്റവും വലിയ ദൃശ്യമാധ്യമ ശൃംഖലകളിലൊന്നായ സൺ ടിവി നെറ്റ്വർക്കിൽ ഒരു സ്വത്ത് തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത്. രാജഗോപാൽ സർ നമുക്കറിയാം, മുൻ മന്ത്രിയായിരുന്ന മുരശൊലിമാരന്റെ മക്കളായ സൺ ഗ്രൂപ്പ് ഉടമ കലാനിധിമാരനും സഹോദരനും മുൻ കേന്ദ്രമന്ത്രിയും നിലവിൽ DMK-യുടെ MP-യും ഒക്കെയായ ദയാനിധിമാരനും തമ്മിലുള്ള ഒരു തർക്കം 7000 കോടിയോളം വരുന്ന ഒരു 7000 കോടിയുടെ ഒരു തർക്കത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നം? DMK-യുടെ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു? നീതുവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് എനിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കണമെന്ന്. കാരണം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചാണക്യൻ വളരെ തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണെന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചേർത്ത് പറയുമ്പോൾ അവര് രാമലക്ഷ്മണന്മാരാണെന്നും പറയുന്നുണ്ട്. ശരിക്കും അമിത്ഷായുടെ ചാണക്യ തന്ത്രം, അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എടുത്തു പ്രയോഗിക്കാൻ പോകുന്ന തന്ത്രത്തിന്റെ ചില സൂചനകളാണോ ഇപ്പോഴവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ശ്രദ്ധിച്ചില്ലേ? തമിഴ്നാടിന്റെ ദൃശ്യമാധ്യമ രംഗത്തെ കുത്തകയായ സൺ നെറ്റ്വർക്കിന്, സൺ TV അടക്കമുള്ള സൺ നെറ്റ്വർക്കിന് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഉള്ള ആളുകളാണ്. അവിടുത്തെ തർക്കം അത് വലിയൊരു കേസായിട്ട് പുറത്തു വരികയാണ്. ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള തർക്കമാണ്, പക്ഷെ അതൊരു വലിയ കോടതി നോട്ടീസിലേക്ക് വരികയാണ്. അമിത്ഷാ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തമിഴ്നാട്ടിൽ മധുരയിൽ വന്ന് പ്രസംഗിച്ചിരുന്നു. ഇവർ അഴിമതി വീരന്മാരാണ്. അഴിമതി, ഇവരുടെ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അഴിമതിയാണ്. അഴിമതി കൂടെ പണം ഉണ്ടാക്കുക, പണം ഉണ്ടാക്കിയ ശേഷം കുറച്ചൊക്കെ സാധുക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ് വിതരണം ചെയ്യുക, ബാക്കി ഇവര് സുഖലോലുപതയിൽ കഴിയുക. അമിത്ഷാ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കും, ഇത് അവസാനിപ്പിക്കും. 2026 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടില് തീർച്ചയായിട്ടും ഈ മുന്നണിയെ പുറത്തു കളയും. ബി ജെ പിയുടെ പങ്കാളിയായിട്ടുള്ള ഒരു സർക്കാരായിരിക്കും അവിടെ അധികാരത്തിൽ വരിക എന്ന് വളരെ വ്യക്തമായിട്ട് മധുരയിൽ വെച്ച് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ചില കണക്കുകൂട്ടലുകളുണ്ട്. അദ്ദേഹം, നമ്മൾ പറഞ്ഞില്ലേ, കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്, എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമാണ്. നമ്മൾ തന്നെ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓർക്കുന്നില്ലേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തില് എല്ലാവരും പ്രതീക്ഷിച്ചത് 5 ലക്ഷത്തിൽ പര വോട്ടുകൾക്ക്, മിനിമം 5 ലക്ഷത്തിൽ പര വോട്ടുകൾക്ക് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു കയറുമെന്നാണ്. അങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും മറ്റേ നിഷ്പക്ഷരായ ആളുകളെല്ലാം വിലയിരുത്തിയിരുന്നത്, അങ്ങനെയായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ്? പ്രധാനമന്ത്രിക്ക് ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമേ കിട്ടിയുള്ളൂ. ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളത് മാത്രമല്ല, ആദ്യത്തെ ഏതാണ്ട് 1-2 മണിക്കൂറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മണ്ഡലത്തിൽ പുറകിലായിരുന്നു. വോട്ടെണ്ണുമ്പോൾ അദ്ദേഹം പുറകിലായിരുന്നു. ഇത് മനസ്സിലാക്കിയ അന്ന് അമിത്ഷാ ഇത് മനസ്സിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് നമ്മൾ ഇതിന്റെ ചിത്രം കൃത്യമായിട്ട് അറിഞ്ഞത്. ആ മണ്ഡലത്തിൽ, വാരണാസി മണ്ഡലത്തിൽ, ചില നമുക്ക് രാഷ്ട്രീയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ചില മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്തൊക്കെയോ അവിടെ ചീഞ്ഞു നാറുന്നു എന്നുള്ളത് അമിത്ഷായ്ക്ക് മനസ്സിലായി എന്നാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത്. വോട്ടെടുപ്പിന് 3 ദിവസമോ 4 ദിവസമോ മുമ്പ് അദ്ദേഹം വാരണാസി മണ്ഡലത്തിലേക്ക് കുതിക്കുകയാണ്. പ്രധാനമന്ത്രി അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും എന്റെ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുകയാണ്. പക്ഷെ അമിത്ഷാ കുതിച്ചു വാരണാസിയിലെത്തി, UP-യിലെത്തി. ഈ പറഞ്ഞ ചില പ്രശ്നക്കാരെ എല്ലാം അദ്ദേഹം വിളിച്ചു വരുത്തി അക്ഷരാർത്ഥത്തിൽ വിരട്ടി എന്നാണ് പറയുന്നത്. പാർട്ടിക്കാരെ തന്നെയാണ്, പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങളിലുള്ള ആളുകൾ തന്നെയാണ്. അവരെല്ലാം വിരട്ടി. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഞാനൊന്നും ഇതിന് ഉത്തരവാദിയായിരിക്കില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം വിരട്ടി എന്നാണ് പറയുന്നത്. അത് കൃത്യമായിരുന്നു, വളരെ കൃത്യമായിരുന്നു. പ്രധാനമന്ത്രി ആദ്യത്തെ ഏതാണ്ട് 11 മണി വരെ, വോട്ടെണ്ണുന്ന 11-12 മണി വരെ പ്രധാനമന്ത്രി പുറകിലായിരുന്നു ആ മണ്ഡലത്തിൽ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അവിടെ ഉണ്ടായത്. അമിത്ഷായുടെ ആ വിരട്ട്, ആ തന്ത്രം, ആ ചാണക്യ തന്ത്രം അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞൊരവസ്ഥയാണ് തമിഴ്നാട്ടിലും സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തമിഴ്നാട്ടിൽ ഈ വരുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇപ്പൊ 7000 കോടി രൂപയുടെ സ്വത്ത് തർക്കമാണ്. ജ്യേഷ്ഠനും അനിയനും തമ്മിലാണ് തർക്കം. മുരശൊലിമാരൻ, കേന്ദ്രമന്ത്രിയായിരുന്ന മുരശൊലിമാരൻ എന്ന് പറയുന്നത് കരുണാനിധിയുടെ സഹോദരിയുടെ മകനാണ് മുരശൊലിമാരൻ. മുരശൊലി എന്ന് പറയുന്നത് തമിഴിലെ DMK-യുടെ പത്രമാണ്.
എല്ലാവർക്കും അറിയാവുന്ന പത്രമാണ്. അതിന് ഏതാണ്ട് 1 ലക്ഷത്തോളം കോപ്പി പ്രചാരമുള്ള പത്രമാണത്. അതിന്റെ ചുമതലകളൊക്കെ ആയിരുന്നു ഇവരെ നോക്കിക്കൊണ്ടിരുന്നത്, മുരശ്ശേരി മാരൻ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. മന്ത്രിയായ ശേഷമാണ് പിന്നീടാണ് മക്കള് ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അതിൽ തന്നെ മൂത്ത മകനായ കലാനിധി അന്നേരം സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നും വന്നിരുന്നില്ല. സജീവ രാഷ്ട്രീയത്തിൽ വന്നിരുന്നത് രണ്ടാമത്തെ മകനായ ദയാനിധി മാരനാണ്. ദയാനിധി മാരൻ മന്ത്രിയായിരുന്നു, MP ആയി, മന്ത്രിയായി, 4 തവണ MP ആയിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം IT വകുപ്പിന്റെയൊക്കെ മന്ത്രിയായിരുന്നു. ആ സമയത്താണ് ഇവരുടെ സ്വത്തുക്കളിൽ ഭീകരമായ വർധനവുണ്ടാകുന്നത്. അതിഭീമമായ വർധനവ് ഇവരുടെ സ്വത്തുക്കളിൽ ഉണ്ടായി. അതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. അതിനെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് 2G സ്പെക്ട്രം അഴിമതിയുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കണം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായിരുന്നു, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതിയായിരുന്നു അത്. CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 1.75 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ഖജനാവിന് അന്ന് നഷ്ടപ്പെട്ടത്. ഈ പൈസ ആര് കൊണ്ടുപോയി? ആരാണ് ഇതിന് കൊണ്ടുപോയത്? വിദേശത്ത് നിന്ന് നമ്മുടെ സ്പെക്ട്രം ലേലം ചെയ്യാൻ വന്ന കമ്പനികളാണോ? അപ്പൊ തീർച്ചയായിട്ടും ഇടനിലക്കാർക്കും കിട്ടിക്കാണും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് IT വകുപ്പിന്റെ ചുമതല. അപ്പൊ ആ സമയത്തേക്കും ദയാനിധി മാറിയിരുന്നു കേട്ടോ. ദയാനിധി ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ വന്ന ശേഷം വളരെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം അന്ന് രാജിവെച്ച് മാറി. രാജിവെച്ച് മാറിയ ശേഷം ഒരു സ്കേപ്പ് ഗോട്ട്, ഒരു ഇരയെ കൊടുക്കണമല്ലോ. ആ ഇരയെ കൊടുത്തതാണ് രാജ എന്ന് പറയുന്ന ഒരു മന്ത്രി. അദ്ദേഹം ഇപ്പൊ നീലഗിരിയിലെ MP ആണ്, ഇപ്പോഴും MP ആണ്. 4 വർഷമായിട്ട് അദ്ദേഹം, 4 തവണയായിട്ട് അദ്ദേഹം നീലഗിരിയിലെ MP ആണ്. അപ്പൊ അങ്ങനെ ഒരു ഇരയെ ഇട്ടുകൊടുത്തു. ഈ ചുമതല, IT വകുപ്പിന്റെ ചുമതല ആണ്ടിമുത്തു രാജ എന്ന് വിളിക്കുന്ന രാജയ്ക്ക് കൊടുത്തു. രാജായുടെ കാലത്താണ്, രാജ മന്ത്രിയായ ശേഷമാണ് ഈ സ്പെക്ട്രത്തിൽ അഴിമതി നടത്തിയത്. ചിലപ്പോൾ ഉദ്ദേശം ഉണ്ടായിരിക്കാം, ദയാനിധിക്ക് അങ്ങനെ വല്ല ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങ് മാറി നിന്ന് കൈ കഴുകി മാറി നിൽക്കാം, കുടുങ്ങുന്നെങ്കിലും ഇപ്പം കുടുങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. എന്തായാലും വലിയ കേസായി പോയി, ആരോപണങ്ങളായിരുന്നു. ആണ്ടിമുത്തു രാജയെ അറസ്റ്റ് ചെയ്തു. ഖജനാവിന് 1.25 ലക്ഷം കോടി നഷ്ടം വന്നില്ല. UPA സർക്കാരിന്റെ ഭരണകാലമാണ്. അപ്പൊ ഈ കുടുംബവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഇവരുടെ എല്ലാം ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിച്ച് കിടക്കുകയാണ്. കരുണാനിധിക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരിക്കാണെങ്കിലും, സഹോദരിയുടെ ഈ മാരൻ മക്കളിലേക്ക്, മുരശ്ശേരി മാരൻ, ദയാനിധി മാരൻ, അതോടൊപ്പം തന്നെ കരുണാനിധിയുടെ മറ്റു മക്കള് സ്റ്റാലിനും ഉണ്ട്. സ്റ്റാലിനും ഈ ഇതിനകത്തിൽ അവകാശമുണ്ട്, ഓഹരി പങ്കാളിത്തമുണ്ട്. അതേപോലെ തന്നെ കരുണാനിധിയുടെ മറ്റൊരു മകളായ കരിമൊഴിക്കുമുണ്ട്, അതിൽ പങ്കാളിത്തമുണ്ട്. അപ്പൊ അന്ന് വന്ന ആരോപണം വന്നത്, ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുപോയിരിക്കുന്നത് കുറ്റക്കാരെന്ന് മട്ടിൽ കുറ്റപത്രം വന്നത് ആണ്ടിമുത്തു രാജ 1ാം പ്രതിയും അതേപോലെ തന്നെ കനിമൊഴിയും പ്രതിയായിരുന്നു. കനിമൊഴിയും അറസ്റ്റ് ചെയ്തു. കനിമൊഴിയും ജയിലിലായിരുന്നു, കുറെ കാലം ജയിലിലായിരുന്നു. ഇപ്പൊ അവർ MP ആണ്. ആ സമയത്താണ് പിന്നീട് ഇതിന്റെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വന്നു. കുറച്ചുപേര് സഹായിച്ചു, അങ്ങനെ രാഷ്ട്രീയമായി ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷേ 2017 ആ കേസ് വെറുതെ വിടുകയാണ് ചെയ്തത്. വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ മതിയായ തെളിവില്ല എന്ന് കണ്ടിട്ട് 1.25 ലക്ഷം കോടിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി വെറുതെ വിട്ടു. പ്രതികളെല്ലാം രക്ഷപ്പെട്ടു. ഇപ്പൊ അവരൊക്കെ MP-മാരാണ്. MP-മാരാണ്ട് രാജ്യസഭയിൽ ഇരുന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ കാരൻ കുടുംബത്തിലേക്ക് ഈ വൻപിച്ച സ്വത്ത് വരുന്നത്. പക്ഷേ അപ്പോഴും കലാനിധിമാരൻ ഇതിനകത്തിൽ വലിയ പങ്കാളിത്തമില്ലായിരുന്നു. അദ്ദേഹം ഒരു ഡയറക്ടർ ആയിരുന്നു എന്നുള്ളതേ ഉള്ളതാണ് പറയുന്നത്. സ്പൈസ് ജെറ്റ്, പിന്നെ അങ്ങനെ ക്രിക്കറ്റ് ക്ലബ്ബുകൾ, അങ്ങനെയൊക്കെ ഉള്ളതിനകത്തിലൊക്കെ കുറച്ച് പങ്കാളിത്തം ഉണ്ടായിരുന്നു. സ്പൈസ് ജെറ്റ് എന്ന് പറയുന്ന സ്വകാര്യ വിമാന കമ്പനി. പക്ഷേ വൻകിട ഇതിന്റെ ഒരു മേജർ ഷെയർ കൊണ്ടുപോയത് ദയാനിധിയായിരുന്നു. അപ്പൊ ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന് ബുദ്ധിവെച്ചു, കലാനിധി മാരന് ബുദ്ധിവെച്ചു. അദ്ദേഹം അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഇവരുടെ അച്ഛൻ മുരശ്ശേരി മാരൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം വ്യാജ ഒപ്പിട്ടെന്നാണ് പറയുന്നത്. മുരശ്ശേരിയുടെ ഒപ്പ് വ്യാജമായിട്ടിട്ടിട്ട് ഇതിന്റെ നല്ലൊരു അവകാശം, ഷെയറുകളെല്ലാം കയ്യിലാക്കി കളഞ്ഞു. അതാണ് ഇപ്പൊ പരാതിയായിരിക്കുന്നത്. കലാനിധി അച്ഛന്റെ വ്യാജ ഒപ്പിട്ടിട്ട് ഷെയറുകളെല്ലാം കൈക്കലാക്കി വലിയ സമ്പത്ത് ഇദ്ദേഹത്തിന്റെ പേരിൽ, ഇദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പേരിലാക്കി. അതാണ് ഇപ്പൊ പുതിയ ചാർജ് ഷീറ്റ് തമിഴ്നാട് കോടതി വന്നിരിക്കുന്നത്. അതിനകത്തിലാണ് ഇപ്പൊ PMLA കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, അഴിമതിയുണ്ട്, അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട്. അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ വകുപ്പുകളാണ്. ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SFIO വരണമെന്നാണ്. നമ്മുടെ പിണറായി വിജയന്റെ മകളുടെ കേസൊക്കെ അന്വേഷിച്ച ഏജൻസി ഉണ്ടല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേണം, CBI വേണം, ED വേണം എന്നൊക്കെയാണ്. അതൊക്കെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ഇനി വരികയാണ്, പന്ത് വീണ്ടും ആരുടെ കോർട്ടിലേക്ക് വരികയാണ്? നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെയും അതേപോലെ തമിഴ്നാട്ടുകാരിയായ
ധനമന്ത്രി തമിഴ്നാട്ടുകാരിയാണ്. തമിഴ്നാട്ടുകാരിയായ നിർമ്മല സീതാരാമന്റെ കയ്യിലേക്ക് പന്ത് കിട്ടുകയാണ്. തീർച്ചയായിട്ടും ഈ കേസിനകത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇളക്കമുണ്ടാകും. തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലത്. കിട്ടിയ അവസരമാണ്, കിട്ടിയ വടിയാണ്. ആ അവസരം ഉപയോഗിക്കുന്നതിൽ അങ്ങേയറ്റത്തെ മിടുക്കനാണ് അമിത്ഷാ. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിരിക്കും. ഒരു പക്ഷെങ്കിൽ മധുരയിലെ ആ പ്രസ്താവന ഇദ്ദേഹം മുന്നിൽ കണ്ടോ, നേരത്തെ തന്നെ കണ്ടിരുന്നോ, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. ആഭ്യന്തരമന്ത്രിയാണല്ലോ, ഇന്റലിജൻസും കൂടെ ചുമതലയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വരുന്ന 2-3 മാസങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും. യെസ്. എന്തായാലും കലാനിധിമാരനും ദയാനിധിമാരനും സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കം കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ബിജെപിക്ക് ഉപയോഗിക്കാനാവുന്ന, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാനാവുന്ന നല്ലൊരു കിടിലൻ ടൂളായി മാറുന്നു എന്നുള്ളതാണ്. അമിത്ഷാ ഈ ഒരു അവസരത്തെ കൃത്യമായി ഉപയോഗിക്കുമെന്ന് കരുതാം. കാരണം മധുരയിൽ പറഞ്ഞു വച്ച ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയുണ്ട് അമിത്ഷായ്ക്ക് തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ വരും മാസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങിമറിയാൻ സാധ്യതയുണ്ട്. അതിലൂടെ വ്യക്തമായി കൃത്യമായി ഉന്നം തെറ്റാതെ മീൻ പിടിക്കാൻ ബിജെപിക്ക് അമിത്ഷായ്ക്ക് സാധിക്കുമോ എന്നതൊക്കെയാണ് കണ്ടറിയേണ്ടത്. വ്യക്തമാണ്. താങ്ക് യു സർ.